ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്തുവാനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് 1974 മുതൽ ഈ ദിനം ആചരിക്കാൻ ആരംഭിച്ചത്. 2024 പരിസ്ഥിതി ദിനത്തിൽ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച, ഇവയുടെ പ്രതിരോധം എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. തെള്ളകം ഹോളിക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്ലി തോമസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തെള്ളകം ഫെഡറൽ ബാങ്ക് മാനേജർ ശ്രീ അരുൺ ജൂഡ് ഡൊമിനിക്, അസിസ്റ്റന്റ് മാനേജർ ശ്രീ റിയോൺ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്ലി തോമസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. അസിസ്റ്റന്റ് മാനേജർ മിസ്റ്റർ റിയോൺ, വൈസ് പ്രിൻസിപ്പൽ ജെർമീസ്, സ്നേഹബഹുമാനപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, മൈഗ്രേഷന് വളരെ മനോഹരമായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഡേ. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം? ഫ്രാൻസിസ് പറയുന്നുണ്ട്, എർത്ത് ഈസ് അവർ കോമൺ ഹോം. മദർ എർത്ത്, നമ്മുടെ സ്വന്തം അമ്മമാരെ നമുക്ക് ഇഷ്ടമല്ലേ? ആണോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ അമ്മമാർ. അതുപോലെ തന്നെയാണ് നാം ആയിരിക്കുന്ന ഈ ഭൂമി. തുടർന്ന് വിശിഷ്ടാതിഥികളും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്ലി തോമസും ചേർന്ന് സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. മാതൃഭൂമി സീഡ് പ്രവർത്തനങ്ങളും ഇതോടൊപ്പം തുടക്കം കുറിച്ചു. വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ജ്യോതി എ.കെയുടെ ശ്രുതിമധുരമായ കവിതാ ആലാപനത്തിന് ശേഷം കുട്ടികൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ അവതരിപ്പിച്ചു. ഒരു പുഴയുടെ തീരത്ത് ഒരു തേന്മാവ് ഉണ്ടായിരുന്നു. അതിലെ ഒരു കൊമ്പിലാണ് ഞാൻ ഉണ്ടായത്. അന്ന് ഞാനൊരു ഓരോ വ്യത്യസ്തമായ സന്ദേശവും വ്യത്യസ്തമായ രാജ്യങ്ങളുമാണ് ലോക പരിസ്ഥിതി ദിനത്തിന് തിരഞ്ഞെടുക്കുന്നത്. മനോരമ നല്ല പാഠം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇന്നേ ദിവസം ആരംഭിക്കുകയുണ്ടായി. 89.6 FM സർഗക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി വൃക്ഷത്തൈ വിതരണവും നടത്തുകയുണ്ടായി.